മാഡം, കുട്ടികളുടെ വിരശല്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതേപോലെ പഞ്ചസാര കഴിച്ച വിരശല്യം ഉണ്ടാകുമോ? കുട്ടികളിലെന്നല്ല, പൊതുവെ മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും വിരശല്യം ഉണ്ടാവുന്നത് പഞ്ചസാര കഴിച്ചിട്ടല്ല. വിരശല്യം ഉണ്ടാകുന്നത് അൺഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നാണ്. ഫുഡ് ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ഇപ്പം കുട്ടികളൊക്കെ മണ്ണിൽ കളിക്കുമല്ലോ, അതൊന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൾറെഡി വിരശല്യമുള്ള ഒരു കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്ന കുട്ടിക്ക് വിരശല്യം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ പഞ്ചസാരയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ, പഞ്ചസാര കഴിച്ചത് കൊണ്ട് ഒരിക്കലും വിരശല്യം ഉണ്ടാവില്ല. വിരശല്യം പഞ്ചസാര കഴിക്കരുതെന്ന് പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ വിരശല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പൊതുവെ വയറിന് അത്ര ഈസി അല്ല. അവർക്ക് എപ്പോഴും വയറ് നിറഞ്ഞ പോലെ ഉണ്ടാവും, ഒരു വോമിറ്റിങ് അല്ലെങ്കിൽ നോസിയ ടെൻഡൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ അവർക്ക് ഒട്ടും തന്നെ വിശപ്പും ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു കുട്ടി ഒരു മിഠായി അല്ലെങ്കിൽ ഒരു മധുരമുള്ള ഒരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അന്ന് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി വരില്ല, അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം അവർക്ക് ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മധുരം പാടെ ഒഴിവാക്കണം. അതുകൊണ്ടാണ് വിരശല്യമുള്ള കുഞ്ഞുങ്ങളോട് മധുരം കഴിക്കരുത് അല്ലെങ്കിൽ അവർക്ക് മധുരം കൊടുക്കരുത് എന്ന് പറയുന്നത്.